എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 17-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പാവപ്പെട്ട മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളുടെ വേതന കുടിശ്ശിക എത്രയും വേഗം തീർക്കണം എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന് കത്തു നൽകി. ദശലക്ഷക്കണക്കിന് ഗ്രാമീണർക്ക് തൊഴിൽ നൽകുകയും അതിലൂടെ അവർ ഉപജീവന മാർഗം കണ്ടെത്തുകയും ചെയ്യുന്ന പദ്ധതിയാണിത്. എന്നാൽ ശമ്പള കുടിശ്ശിക വരുന്നത് തൊഴിലാളികൾക്ക് ഏറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും പദ്ധതിയുടെ നടത്തിപ്പിനെ കാര്യമായി ബാധിക്കുകയും ചെയ്യുന്നു. വിഷുവും ഈസ്റ്ററും ആഘോഷിക്കുമ്പോഴും കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 3 മാസത്തെ ശമ്പള കുടിശ്ശികയാണ് കിട്ടാനുള്ളത്. കുടിശ്ശിക തുക ഏതാണ്ട് 450 കോടി രൂപയിലേറെ വരും. ഇത് കേരളത്തിലെ 14 ലക്ഷത്തോളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും ബാധിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളിൽ 90% സ്ത്രീകളാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിന് 6 കോടി തൊഴിൽ ദിനങ്ങളാണ് കേന്ദ്രം അനുവദിച്ചത്. 2024 ഡിസംബറിൽ തന്നെ കേരളം ഈ ലക്ഷ്യം കൈവരിച്ചു. മാത്രമല്ല ഇപ്പോൾ ഇതുവരെ 8.5 കോടി പ്രവൃത്തി ദിവസങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഗ്രാമീണ മേഖലയിലെ സാധാരണ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ആവിഷ്കരിച്ച ഈ പദ്ധതിയെ തന്നെ അട്ടിമറിക്കുന്നതാണ് നടപടിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ശമ്പള കുടിശ്ശിക തീർത്ത് നൽകാൻ ആവശ്യമായ നടപടി എത്രയും വേഗം എടുക്കണം എന്നും ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ വ്യവസ്ഥ അനുസരിച്ച് തൊഴിലാളികൾക്കുള്ള വേതന 15 ദിവസം വൈകിയാൽ പോലും പലിശക്ക് അർഹതയുണ്ട്. ഈ നഷ്ടപരിഹാരം പോലും പലപ്പോഴും തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല. തൊഴിലാളികൾക്ക് മുടക്കം കൂടാതെ വേതനവും അർഹമായ പലിശയും നൽകാൻ നടപടി സ്വീകരിക്കണം എന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൊഴിലുറപ്പ് വേതനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇത്. അല്ലാതെ തൊഴിലുറപ്പ് വേതനം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2025 ഏപ്രിൽ 22-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. 2024-25 ബജറ്റിന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതി 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഉടനീളം 500 കമ്പനികളിൽ 1 കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പിന് അവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. പ്രൈം മിനിസ്റ്റർ ഇന്റേൺഷിപ്പ് സ്കീം ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ടാൽ 5000 രൂപ പ്രതിമാസ അലവൻസും 6000 രൂപ ഒറ്റത്തവണ ഗ്രാന്റും ലഭിക്കും. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗികമായ പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കണം. www.primeministership.mca.gov.in എന്നതാണ് വെബ്സൈറ്റ്. മറ്റൊരു അറിയിപ്പ്. അംഗീകാരം ഇല്ലാത്ത 35 ഫിക്സഡ് ഡോസ് കമ്പനികളുടെ മരുന്നുകളുടെ ഉൽപാദനവും വിതരണവും തടഞ്ഞ് സെൻട്രൽ ഡ്രഗ് ആൻഡ് കൺട്രോൾ അതോറിറ്റി പൊതുജനാരോഗ്യത്തിന് ഗുരുതര ആഘാതം ഉണ്ടാക്കുന്നു എന്ന് വിലയിരുത്തിയാണ് തീരുമാനം. 1940 ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിന് കീഴിലുള്ള 2019 NDCT നിയമം മറികടന്നാണ് ഈ മരുന്നുകൾ നിർമ്മിക്കാനും വിതരണം ചെയ്യാനും അനുമതി നൽകിയിട്ടുള്ളത് എന്നും കണ്ടെത്തി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മരുന്ന് വിതരണം എത്രയും വേഗം നിർത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളെ കോക്ടൈൽ മെഡിസിൻ എന്നാണ് അറിയപ്പെടുന്നത്. പാരസിറ്റാമോൾ 325 മില്ലിഗ്രാം, നെഫോപാം ഹൈഡ്രോക്ലോറൈഡ് 30 മില്ലിഗ്രാം തുടങ്ങിയവയെല്ലാം ഈ വിഭാഗത്തിൽ വരുന്നവയാണ്. അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ നമ്മുടെ സമ്പാദ്യം തീർക്കാൻ സാധ്യത ഉള്ളതിനാൽ അവക്കെതിരെയുള്ള അനിവാര്യ പരിരക്ഷയായി ആരോഗ്യ ഇൻഷുറൻസ് പ്രയോജനപ്പെടുത്തണം. സാമ്പത്തിക ബുദ്ധിമുട്ട് ബാധിക്കാതെ ഗുണമേന്മയുള്ള പരിചരണം നേടാൻ ഇത് സഹായിക്കും. ആരോഗ്യത്തിൽ നിക്ഷേപം നടത്തുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിന്റെയും ഭാവിയിലാണ് നിക്ഷേപം നടത്തുന്നത്. ആശുപത്രികളിലെ ചികിത്സയ്ക്കും അപ്പുറം പരിരക്ഷ ഏകുന്നതാണ് ആധുനിക ആരോഗ്യ ഇൻഷുറൻസ്. ആശുപത്രിയിൽ കിടത്തിയുള്ള OPD കൺസൾട്ടേഷൻ, ടെലിമെഡിസിനുകൾ, പ്രതിരോധ പരിശോധനകൾ, ക്ഷേമ പരിപാടികൾ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രസവ പരിചരണം, മാനസിക ആരോഗ്യ പിന്തുണ, റീഹാബിലിറ്റേഷൻ തെറാപ്പി, സമഗ്ര പരിചരണം തുടങ്ങിയവയെല്ലാം ഇപ്പോൾ പോളിസികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രമേഹവും സമ്മർദ്ദവും ഹൃദയ രോഗങ്ങളും ക്യാൻസറും പോലുള്ളവ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക പരിരക്ഷ എന്നത് ഏറെ നിർണായകമാണ്. പ്രത്യേക രോഗങ്ങൾക്കായുള്ള പോളിസികൾ, മാരക രോഗങ്ങൾക്കായുള്ള റൈഡുകൾ തുടങ്ങിയവ ദീർഘകാല സുരക്ഷ ഉറപ്പു നൽകുമ്പോൾ
പ്രതിരോധ ആരോഗ്യ പരിചരണങ്ങൾ നേരത്തെ രോഗങ്ങൾ കണ്ടെത്താനും മെഡിക്കൽ ചെലവുകൾ കുറയ്ക്കാനും സഹായിക്കുന്നതുമാണ്. അനിവാര്യമായ ആരോഗ്യ പരിചരണത്തിന് പരിരക്ഷ നൽകുന്നതോടൊപ്പം ആദായ നികുതി നിയമത്തിന്റെ 80D വകുപ്പ് പ്രകാരമുള്ള ആനുകൂല്യങ്ങളും ആരോഗ്യ ഇൻഷുറൻസിൽ ലഭ്യമാണ്. ആരോഗ്യ ഇൻഷുറൻസിനായി അടക്കുന്ന പ്രീമിയം നികുതിയിൽ നിന്നും കുറക്കുന്നത് സാമ്പത്തികമായി അതിനെ മികച്ച നിക്ഷേപമായി മാറ്റുകയും ചെയ്യുന്നു. 60 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് പ്രതിവർഷം 25,000 രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ അടിസ്ഥാനത്തിൽ കിഴിവുകൾ നേടാനാകും. എന്നാൽ 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് 50,000 രൂപയാണ് ഈ പരിധി. പുതിയ സാമ്പത്തിക വർഷത്തിൽ നികുതിദായകർ തങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ പുതിയതും പഴയതുമായ ആദായ നികുതി കണക്കുകൂട്ടലുകളിൽ നിന്ന് അനുയോജ്യമായത് തിരഞ്ഞെടുക്കുന്നത് കൃത്യമായ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് SBI ജനറൽ ഇൻഷുറൻസ് ചീഫ് പ്രൊഡക്റ്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ സുബ്രഹ്മണ്യം വ്യക്തമാക്കി. വരുമാനം, അതിൽ നിന്നും നടത്താവുന്ന കുറവുകൾ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിൽ പരിഗണിക്കണം. പുതിയ നികുതി സമ്പ്രദായത്തിൽ കുറഞ്ഞ നികുതി നിരക്കുകളും പരിമിതമായ ഇളവുകളും ഉള്ളതിനാൽ പഴയ രീതിയിൽ വ്യക്തികൾക്ക് ഒഴിവുകളും ഇളവുകളും ലഭ്യമാണ്. അനുവദനീയമായ ചെലവുകൾ ഗണ്യമായ തോതിൽ ഉള്ളവർക്ക് പഴയ രീതിയാണ് അനുയോജ്യം. ആദായ നികുതി നിയമത്തിൽ 80D വകുപ്പുകൾ പ്രകാരം ലഭ്യമാകുന്ന ഇളവുകൾ പ്രധാനമാണ്. നികുതിദായകർക്ക് 25,000 രൂപ വരെ ഇതിൽ ഇളവ് നേടാവുന്നതാണ്. മുതിർന്ന പൗരന്മാർക്ക് 50,000 രൂപ വരെയും ഇളവ് നേടാവുന്നതാണ്. ഇതിന് പുറമെ പ്രതിരോധ ആരോഗ്യ പരിശോധനകൾക്ക് 5,000 രൂപ പരിധിക്കുള്ളിൽ ഇളവ് നേടാമെന്നും SBI ജനറൽ ഇൻഷുറൻസ് ചീഫ് പ്രൊഡക്റ്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ സുബ്രഹ്മണ്യം പറഞ്ഞു. സ്വകാര്യ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് 65 വയസ്സിന് മുകളിലുള്ളവർക്കും മുമ്പ് രോഗം ഉള്ള ആളുകൾക്കും പോളിസി എടുക്കാൻ കഴിയാറുണ്ടായിരുന്നില്ല. ഇനി പോളിസി എടുക്കുന്ന സമയത്ത് രേഖപ്പെടുത്തുന്ന മുമ്പുള്ള രോഗങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കാറും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. 2024 ഏപ്രിൽ 1 മുതൽ നടപ്പിലായിട്ടുള്ള പുതിയ ചട്ടപ്രകാരം ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് 65 വയസ്സ് കവിയരുത് എന്ന മാനദണ്ഡം എടുത്തു കളഞ്ഞിട്ടുണ്ട്. രോഗം വന്ന് ബുദ്ധിമുട്ടിലാകുന്ന നിരവധി വയോജനങ്ങൾക്ക് ഈ തീരുമാനം ഗുണകരമാകും. ഇൻഷുറൻസ് ഏജൻസി ഓഫ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ IRDAI പുതിയ വിജ്ഞാപനത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. 2024 ഏപ്രിൽ 1 മുതലാണ് വിജ്ഞാപനം നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത്. ഇനി ഏത് മുതിർന്ന പൗരന്മാർക്കും ഇൻഷുറൻസ് പോളിസി എടുക്കാം എന്ന് IRDAI വിജ്ഞാപനത്തിൽ പറയുന്നു. ഇൻഷുറൻസ് കമ്പനികളുടെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും നിബന്ധനകളും കാരണം ആരോഗ്യ ഇൻഷുറൻസുകളുടെ പല ആനുകൂല്യങ്ങളും 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. ഇതിന് പരിഹാരമായി വയോജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വ്യവസ്ഥകളും പുതിയ വിജ്ഞാപനത്തിലുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് അനുയോജ്യമായിട്ടുള്ള പോളിസികൾ അവതരിപ്പിക്കണം എന്ന് കമ്പനികളോട് അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ ഏതെങ്കിലും രോഗം ഉള്ള ആളുകൾക്കും പോളിസി നൽകാൻ കമ്പനികൾ നിർബന്ധിതരാണ്. മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന രോഗമാണ് എന്ന പേരിൽ കമ്പനികൾക്ക് ക്ലെയിം നിരസിക്കാനാവില്ല. പുതിയ പോളിസി ഉടമകൾക്ക് ആനുകൂല്യം ലഭിക്കാനുള്ള കാത്തിരിപ്പ് കാലയളവ്, അതായത് വെയിറ്റിംഗ് പീരീഡ് 48 മാസത്തിൽ നിന്നും 36 മാസമാക്കി ചുരുക്കുകയും ചെയ്തിട്ടുണ്ട്. പോളിസി എടുക്കുന്ന സമയത്ത് പോളിസി ഉടമ രോഗം വെളിപ്പെടുത്തിയാലും ഇല്ല എങ്കിലും അസുഖമുള്ള വ്യക്തി തുടർച്ചയായി 36 മാസം പോളിസിയിൽ തുടരുന്ന പക്ഷം ഇൻഷുറൻസ് പരിരക്ഷ നൽകണം എന്നതാണ് നിർദ്ദേശം. പോളിസി ഉടമകൾക്ക് പ്രീമിയം തുക തവണകളായി അടക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കാനും നിർദ്ദേശം പറയുന്നു. പോളിസി ഉടമകൾക്ക് അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുന്നതിനും മറ്റു ചികിത്സകൾ പോലെ ആയുഷ്മാൻ ചികിത്സകൾക്കും തുല്യമായ കവറേജ് നൽകുന്നതിനും ഇൻഷുറൻസ് കമ്പനികൾ നയം രൂപവൽക്കരിക്കണം എന്നും നിർദ്ദേശത്തിലുണ്ട്. അലോപ്പതിക്ക് പുറമെ ആയുർവേദം, യുനാനി, യോഗ, നാച്ചുറോപ്പതി, സിദ്ധ, ഹോമിയോപ്പതി തുടങ്ങിയ ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന ചികിത്സാ രീതികളെ കൂടി ആശ്രയിക്കുന്ന വയോജനങ്ങൾക്ക് ഈ നിർദ്ദേശം ഏറെ ഗുണകരമാണ്. മാത്രമല്ല, പോളിസി ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുന്നതിന് പോളിസിയുമായി ബന്ധപ്പെട്ട മുതിർന്ന പൗരന്മാരുടെ പരാതികൾ പരിഹരിക്കാൻ ആവശ്യമായ പ്രത്യേക സംവിധാനം കമ്പനികൾ ഒരുക്കണം. ഇത് സംബന്ധിച്ച വിവരങ്ങൾ അതാത് കമ്പനികളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്നും ഇൻഷുറൻസ്
റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു. വളരെ ഗുണകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്, ഒരു നിർദ്ദേശമാണ് ഏപ്രിൽ 1-ാം തീയതി മുതൽ നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത്. അതായത് പുതിയ പോളിസി എടുക്കുന്നതിന് പ്രായം ഒരു പ്രശ്നമല്ല, മുമ്പ് രോഗം ഉണ്ട് എങ്കിൽ പ്രശ്നമല്ല, അതിനെല്ലാം ഇനി കവറേജ് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് പുതിയ നിർദ്ദേശം വന്നിട്ടുള്ളത്. സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ വർധനമുണ്ടായി. ഗ്രാമിന് 95 രൂപ വർദ്ധിച്ച് 8,815 രൂപയും പവന് 760 രൂപ വർദ്ധിച്ച് 70,520 രൂപയിലും എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ബൈ.